സുകുമാരക്കുറുപ്പ് എവിടെയെന്ന് 4 പതിറ്റാണ്ടായി മലയാളി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുകുമാരക്കുറുപ്പ് മരിച്ചു, സുകുമാരക്കുറുപ്പ് വിദേശ രാജ്യത്തിൽ ഒളിവിൽ കഴിയുന്നു, സുകുമാരക്കുറുപ്പ് അന്യ സംസ്ഥാനങ്ങളിൽ വേഷപ്രശ്നനായി കഴിയുന്നു, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടു. അങ്ങനെ എത്രയോ കഥകൾ, എത്രയോ വാർത്തകൾ നമ്മൾ ഈ പതിറ്റാണ്ടുകളായി വായിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചോദ്യത്തിന് കേരള പോലീസ് ഉത്തരം നൽകുകയാണ്. മറ്റൊന്നുമല്ല, സുകുമാരക്കുറുപ്പ് മരിച്ചു. ഒടുവിൽ അത് സ്ഥിരീകരിക്കുകയാണ് കേരള പോലീസ്. കുറുപ്പ് മരിച്ചുവെന്ന നിഗമനത്തിലേക്കാണ് കേസ് പുതുതായി അന്വേഷിച്ച അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഏതാനും വിവരങ്ങൾ കൂടി പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് നൽകി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിച്ചിരിക്കുന്നത്. ഹൃദ്രോഗം കാരണം വർഷങ്ങൾക്ക് മുൻപ് സുകുമാരക്കുറുപ്പ് മരിച്ചു എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് വൈകാതെ നൽകും എന്നാണ് വിവരം. ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയുടെ കൊലപാതക കേസിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിൻ്റെ ദുരൂഹ തിരോധാനത്തിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് എത്തിയത്. കുറുപ്പിനെ കണ്ടതായി മുമ്പ് മൊഴി നൽകിയ മലയാളി നേഴ്സിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയായിരുന്നു. കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന രത്നമ്മ എന്ന മാവേലിക്കര ചെറിയനാട് സ്വദേശി, ഇവരുടെ മൊഴിയാണ് പോലീസ് ഇപ്പോൾ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. 1984 ജനുവരി 22-നാണ് നിഷ്ഠൂരമായ ഈ കൊലപാതകം നടന്നത്. മലയാളിക്ക് ഈ സുകുമാരക്കുറുപ്പ് എന്നുള്ളത് ചിരപരിചിതമായ ഒരു കഥാപാത്രമാണ്. വില്ലൻ ഗണത്തിൽ മലയാളി എപ്പോഴും പെടുത്തുന്ന ഒരാളാണ്. സുകുമാരക്കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയെ കഴുത്ത് ധരിച്ച് കൊന്ന് സ്വന്തം കാറിലിട്ട് ചുട്ടരിച്ച ആ സംഭവം പിന്നീട് ദുൽഖർ സൽമാൻ്റെ കുറുപ്പ് എന്ന സിനിമയിലൂടെ പുനരാവിഷ്കരിക്കുന്നതും നമ്മൾ കണ്ടു. മരിച്ചത് കുറുപ്പാണെന്ന് വരുത്തീർത്ത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക എന്ന വലിയൊരു പദ്ധതി 4 പതിറ്റാണ്ട് മുന്നുള്ളൊരു പദ്ധതിയാണെന്ന് ആലോചിക്കണം. അത്രത്തോളം ബുദ്ധിമാനായിരുന്നു കുറുപ്പ്. ഇതിൻ്റെ പദ്ധതിയായിരുന്നു അരും കൊല. കൊലയ്ക്ക് ശേഷം മുങ്ങിയ കുറുപ്പിനെ കണ്ടെത്താൻ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചുമെല്ലാം പഠിച്ച പണി 18 നോക്കി, പക്ഷെ കിട്ടിയില്ല. വിവിധ വേഷങ്ങളിൽ ഈ കുറുപ്പ് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്നു. കയ്യെത്തും ദൂരത്ത് നിന്നും കുറുപ്പ് പോലീസിനെ വെട്ടിച്ചു നടന്നു. അന്നത്തെ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഓർമ്മക്കുറിപ്പുകളിൽ തങ്ങൾക്ക് കുറുപ്പിനെ എന്തുകൊണ്ട് കിട്ടതായി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അത്ര പ്രശസ്തരായ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥർ നിതാന്തം പരിശ്രമിച്ചിട്ടും കുറുപ്പ് പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. മാവേലിക്കര കോടതിയിലെ ലോങ് പെൻഡിങ് കേസുകളിൽ ഒന്നാണ് സുകുമാരക്കുറുപ്പ് കേസ് എന്നത് ഇപ്പോഴും ഓർക്കണം. അടുത്ത കാലം വരെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഈ കുറുപ്പ് കത്തിച്ച കാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവിടെ നിന്ന് മാറ്റിയ സാഹചര്യമൊക്കെ ഉണ്ട്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. ഒടുവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഷൗക്കത്ത് അലി കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇടയ്ക്ക് ഫയൽ തട്ടിയെടുത്ത് ഒരു അന്വേഷണം നടത്തിയെങ്കിലും എങ്ങും എത്തിയില്ല. താൻ ജോലി ചെയ്തിരുന്ന കൊൽക്കത്തയിലെ ആശുപത്രിയിൽ സുകുമാരക്കുറുപ്പ് എത്തിയിരുന്നു എന്നാണ് ഈ നേഴ്സ് കൂടിയായ രത്നമ്മയുടെ വെളിപ്പെടുത്തൽ. അതും 42 വർഷം മുൻപാണ് സുകുമാരക്കുറുപ്പിനെ കാണാതാകുന്നത് എന്നാലോചിക്കണം. 1984 കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രിയിൽ നേഴ്സായിരുന്നു രത്നമ്മ. ഈ ചാക്കോയുടെ കൊലപാതകത്തിന് ശേഷം മുങ്ങിയ സുകുമാരക്കുറുപ്പിന് നേരിയ പരിക്കേറ്റിരുന്നു. കൊൽക്കത്തയിലെ ആശുപത്രിയിൽ പരിക്കിന് ചികിത്സിക്കാനായി സുകുമാരക്കുറുപ്പ് എത്തുകയായിരുന്നു എന്നാണ് രത്നമ്മയുടെ ഈ പുനരന്വേഷണത്തിൽ നൽകിയിരിക്കുന്ന മൊഴി. പത്രവാർത്തകളിലൂടെ ഈ കുറുപ്പിനെ കുറിച്ച് രത്നമ്മ കേട്ടിരുന്നു. മുറിവുകൾ പരിശോധിക്കുന്നതിനിടെ നിങ്ങൾ സുകുമാരക്കുറുപ്പല്ലേ എന്ന് രത്നമ്മ ചോദിച്ചു എന്നാണ് മൊഴി. അതെ എന്ന് അയാൾ മറുപടിയും നൽകി. മുറിവ് പരിചരിച്ചതിന് പിന്നാലെ സുകുമാരക്കുറുപ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് കാരണമുണ്ട്. തന്നെ കൊൽക്കത്തയിൽ ആർക്കും മനസ്സിലാവില്ല എന്ന് കുറുപ്പ് കരുതിയിരുന്നു. പക്ഷേ രത്നമ്മയ്ക്ക് മനസ്സിലായതിനെ തുടർന്ന് അപകടം മണത്താണ് കുറുപ്പ് രക്ഷപ്പെട്ടത്. അന്ന് കണ്ടതല്ലാതെ പിന്നീട് സുകുമാരക്കുറുപ്പ് എങ്ങോട്ട് പോയി എന്നറിയില്ല എന്നും രത്നമ്മ പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ രത്നമ്മ അന്ന് തന്നെ കേരള പോലീസിന് കത്തെഴുതിയിരുന്നു. തുടർന്ന് രത്നമ്മയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു. രത്നമ്മ ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലുണ്ട്. ഇതിനിടയിലാണ് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും രത്നമ്മയുടെ മൊഴിയെടുക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. മുമ്പ് പറഞ്ഞ മൊഴി തന്നെയാണ് രത്നമ്മ ആവർത്തിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് കുറുപ്പ് ഒരു ഹൃദ്രോഗ ബാധിതനായിരുന്നു എന്ന് നേഴ്സായ രത്നമ്മ മനസ്സിലാക്കുന്നു. പോലീസ് നിഗമനത്തിലെത്തുന്ന മറ്റൊന്നുമല്ല, ഈ ഹൃദ്രോഗ ബാധിതനായ കുറുപ്പ് ഈ 40 വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള നിഗമനത്തിലാണ് കുറുപ്പ് മരിച്ചു എന്ന തരത്തിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തുന്നതും അതൊരു അന്തിമ റിപ്പോർട്ടായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിക്കാൻ പോകുന്നതും. അതായത് ഈ ലോങ് പെൻഡിങ് ഫയൽ കേരള പോലീസിലെ 4 പതിറ്റാണ്ടായി എങ്ങുമെത്താത്ത ഒരു അന്വേഷണം അതിൻ്റെ പര്യവസാനത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ആത്യന്തിക ഫലം.
1984 നേരത്തെ പറഞ്ഞ പോലെ ചാക്കോ വധവുമായി ബന്ധപ്പെട്ട് സുകുമാരക്കുറുപ്പ് ഒളിവിലാകുന്നത്. 1946 മെയ് 25 സുകുമാരക്കുറുപ്പ് ജനിക്കുന്നത്. ആദ്യകാലത്ത് ആൾമാറാട്ടം നടത്തി പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോരാൻ വേണ്ടിയാണ് തുടക്കത്തിലുള്ള ശ്രമമുണ്ടായത്. അതായത് ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഇയാൾ. അബുദാബിയിലേക്ക് പോകാനായി പാസ്പോർട്ട് എടുത്തത് സുകുമാരപിള്ള എന്ന പേരിലാണ് ഇയാൾ. സൗദി അറേബ്യയിൽ മുസ്തഫ എന്ന പേരിൽ സുകുമാരക്കുറുപ്പ് ഒളിച്ചു ജീവിക്കുന്നതിന് പ്രചരണം ഇടക്കാലത്തുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെറിനാട് പുത്തൻ വീട്ടിൽ PK ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന സുകുമാരക്കുറുപ്പിന് പ്രായം 80 കടന്നിരിക്കും. ആൾമാറാട്ടങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ ഇയാൾ വിജയകരമായി നടത്തി വന്നു പോയിരുന്ന ഒരാളാണ്. അതായത് മലയാളികളിൽ വലിയ വിഭാഗവും കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് ഈ പതിറ്റാണ്ടുകളിലുടനീളം വിശ്വസിച്ചിരുന്നു. കുറുപ്പിന് അതിനുള്ള മിടുക്കുണ്ട് എന്ന് സംശയിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും. സുകുമാരക്കുറുപ്പ് മറ്റൊരു പേരിൽ മറ്റൊരു വേഷത്തിൽ പുറത്തെവിടെയോ ജീവിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന നിരവധി സിദ്ധാന്തങ്ങളൊക്കെ പ്രചരിക്കുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോകാൻ ആദ്യം ആൾമാറാട്ടം നടത്തി. പിന്നീട് എയർഫോഴ്സിൽ ഇയാൾ ജോലിക്ക് കയറിയ ആളാണ്. പിന്നീട് ചാടാൻ പദ്ധതിയിട്ടത്. അവധിയെടുത്ത് മുങ്ങിയ കുറുപ്പ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് താൻ മരിച്ചതായി സേനയിലേക്ക് ഒരു റിപ്പോർട്ട് അയപ്പിക്കുകയാണ്. അങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് എന്ന പേരിലേക്ക് ഇയാൾ മാറുന്നത്. വീണ്ടും ആൾമാറാട്ടം നടത്തി അബുദാബിയിൽ പോകാനായി പാസ്പോർട്ട് എടുക്കുന്നു. സുകുമാരപിള്ള എന്ന പേരിലായിരുന്നു. ഇതുവഴി തൻ്റെ കുടുംബപരമായി ലഭിച്ച പേര് പൂർണ്ണമായും ഒളിപ്പിക്കാൻ കുറുപ്പിന് സാധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുകുമാരക്കുറുപ്പ് പലതരത്തിലുള്ള അന്ന് മദീനയിലെ ഒരു പള്ളിയിൽ ഖത്തീബിനെ സഹായിച്ച ഇയാൾ കഴിഞ്ഞുകൂടുകയാണ് എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇത് ഇയാളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് സംഭവങ്ങളിൽ ഒന്നാണ്. പിന്നെ കുറുപ്പിൻ്റെ ഭാര്യ സരസമയം 2 മക്കളും കുവൈറ്റിലാണ്. അവർ അത്തരത്തിൽ ഈ സമയത്ത് കുവൈറ്റിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഈ അന്വേഷണ സമയത്തൊക്കെ. അപ്പോൾ അവർ കുവൈറ്റിൽ കുറുപ്പുണ്ട് അല്ലെങ്കിൽ ഗൾഫ് നാട്ടിൽ എവിടെയെങ്കിലും കുറുപ്പുണ്ട് എന്ന് കരുതിയവർ ഏറെ ആയിരുന്നു. പോലീസ് അന്വേഷണം ആ വഴിക്കൊക്കെ നടത്തി. പക്ഷേ ഒരു തരത്തിലും കുറുപ്പിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം. പിന്നീട് ഇത്തരത്തിൽ നിരവധി പ്രചാരണങ്ങൾക്ക് ശേഷമാണ് രാജസ്ഥാനിൽ ഒരു സന്യാസിയായി ഇയാളെ കണ്ടു എന്ന് ചില മലയാളികൾ പറഞ്ഞു. ഇടയ്ക്ക് അടുത്ത കാലത്ത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്നുള്ള പ്രചാരണം വന്നു. അങ്ങനെ കേരള പോലീസിനെ വല്ലാതെ വലച്ച ഒരു കേസാണ് ഇത്. കാരണം അന്വേഷണത്തിൻ്റെ പരമാവധി നോക്കിയ ഒരു കേസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരൊക്കെ ഓടി നടന്നിട്ടും കുറുപ്പിൻ്റെ ബുദ്ധിക്ക് മുന്നിൽ ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും ഇയാൾ മരിച്ചു എന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അതുമാത്രമല്ല, ഇയാൾക്ക് നിരവധി ഭാഷകൾ അറിയാമായിരുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും സംസ്കൃതവും തമിഴും അറബിയും മലയാളവും ഒക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് കുറുപ്പ് എന്നും പോലീസ് മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസം ഒരുപാടൊന്നും ഇല്ല എങ്കിൽ പോലും ഈ ഭാഷകൾ മനസ്സിലാക്കുന്നതിൽ ഇയാളൊരു പ്രത്യേകതയുള്ള മനുഷ്യനായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസിനെ വളരെ വേഗം പറ്റിക്കാൻ ഇയാൾക്ക് സാധിച്ചു. അങ്ങനെ മലയാളികളെ പോലീസിനെ പറ്റിച്ച കുറുപ്പ് ഇപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ ആ കേസ് ഇപ്പോൾ പോലീസ് അവസാനിപ്പിക്കുകയാണ്. കേരള പോലീസിൻ്റെ ഒരു പരാജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കണം. കാരണം പ്രമാദമായ ഒരു കൊലപാതക കുറ്റത്തിലെ പ്രതിയെ നീതിപീഠത്തിന് മുന്നിലെത്തിക്കാൻ സാധിക്കാതിരുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഇയാൾ എത്ര വയസ്സിൽ മരിച്ചു എന്ന കാര്യത്തിൽ നിന്ന് വ്യക്തതയില്ല. പക്ഷേ മരിക്കുന്ന അത്രയും കാലം ഇയാൾക്ക് സുഖമായി പോലീസിനെ വെട്ടിച്ച് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെ സുകുമാരക്കുറുപ്പ് എന്ന ഒരു വലിയ എപ്പിസോഡിന്, ഒരു അധ്യായത്തിന് അന്ത്യം വന്നിരിക്കുന്നു എന്നതാണ് കേരള പോലീസിൻ്റെ അന്വേഷണ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.